അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഈ വനിതാ മതിലിലൊക്കെ ആശ ഉണ്ണിത്താനും പങ്കെടുത്തു എന്നതാണ് എൻ്റെ ഓർമ്മ. ആ ദിവസങ്ങളിൽ നവോത്ഥാന സംരക്ഷണം, നവോത്ഥാന മതിൽ എന്തൊരാവേശമായിരുന്നു നിങ്ങളടക്കമുള്ള വനിതകൾക്ക്. നിങ്ങൾക്ക് എന്തൊരു പ്രതീക്ഷയായിരുന്നു ഈ സർക്കാർ സ്ത്രീകൾക്കൊപ്പം, അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിടുന്നു, നവോത്ഥാനത്തിലേക്ക്, രണ്ടാം നവോത്ഥാനത്തിലേക്ക് നടന്നെടുക്കുന്നു പിണറായി സർക്കാർ. 4 വോട്ടല്ല പ്രധാനം, പുരോഗമന ആശയങ്ങൾ പിന്തുടരുന്നവരാണ് കേരളത്തിൽ മുഴുവനും എന്നൊരു തെറ്റിദ്ധാരണയും നിങ്ങൾക്കുണ്ടായിരുന്നു. ആ മതിൽ അങ്ങും ഭാഗമായിരുന്നല്ലോ. ഇപ്പോഴത്തെ സർക്കാർ നിലപാടിനെ അഡ്വക്കേറ്റ് ആശ എങ്ങനെ കാണുന്നു? യഥാർത്ഥത്തിൽ നമ്മളുടെ ഭരണഘടനാ അവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 25 പറയുന്ന റൈറ്റ് ടു പ്രാക്ടീസ് ആൻഡ് പ്രൊഫസ് റിലീജിയന് മുൻപ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺസൈൻസ്, നിങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിക്കാമെന്നും, പിന്നീട് ആൻഡ് ടു പ്രാക്ടീസ് ആൻഡ് പ്രൊഫസ് റിലീജിയൻ എന്നാണ് അതിൽ എഴുതിക്കുന്നത്. അപ്പോൾ കൺസൈൻസ് ആണ് ആദ്യത്തെ വാക്ക്. ഇത് ആണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാനും വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് എന്ന നിലയിൽ കേരള സർക്കാരും അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അപ്പെക്സ് ബോഡിയായിട്ടുള്ള സുപ്രീം കോടതിയും എല്ലാം സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന തീരുമാനം അന്നെടുത്തതും, ആ പ്രവേശിക്കാം എന്ന തീരുമാനം പല ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ബോധവൽക്കരണം ഉണ്ടാവാൻ വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വനിതാ മതിൽ സ്ഥാപിക്കുകയും ആ വനിതാ മതിലിൽ പ്രധാനപ്പെട്ട സ്ത്രീകൾ പങ്കെടുക്കണം, വനിതാ പ്രവർത്തകർ പങ്കെടുക്കണം എന്ന രീതിയിൽ എന്നെപ്പോലെയുള്ള സുഹൃത്തുക്കൾക്ക് 250 പേര് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം എന്ന് പറഞ്ഞ് കളക്ട്രേറ്റിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ വന്ന് നിന്ന് വനിതാ മതിലിനെ വിജയിപ്പിച്ചത്. അപ്പോൾ അന്ന് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മളെല്ലാവരും പിന്തുണച്ചതും അതേ സർക്കാർ തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നതും ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ആ മൂല്യങ്ങൾ എന്നും ഉണ്ടാകും. അൺടച്ചബിലിറ്റി എന്നൊരു വാക്കും കൂടി ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അയിത്തം. എന്തിൻ്റെ അയിത്തം എന്ന് വിശദീകരിക്കുമ്പോൾ അത് ജാതിയുടെ, മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ മാത്രമല്ല, അത് സ്ത്രീ പുരുഷ ലിംഗപരമായ വ്യത്യാസങ്ങളുടെ അയിത്തത്തെയും അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തത്തെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. ഒരു ഹിന്ദു സ്ഥാപനം, അതായത് ഹിന്ദു ആരാധനാലയം ഗവൺമെൻറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണെങ്കിൽ അതിനകത്തേക്കുള്ള പ്രവേശനം അത് ഒരു പബ്ലിക് സ്പേസിലേക്കുള്ള എൻട്രി പോലെ അനുവദിക്കുന്നതാണ് എന്നും, അതിൻ്റെ ഉള്ളിലേക്കുള്ള ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനത്തെ റദ്ദ് ചെയ്യുന്ന, അതിൻ്റെ ഇടയിൽ ഹഡിൽസ് വെക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കേരളത്തിലെ ആ ബൈലോ ഉണ്ടാക്കി കൊണ്ടുവന്ന്, ഇതിൻ്റെ റൂൾസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ നിയമത്തെ ചുരുക്കി അവിടെ ഹഡിൽസ് വെച്ച് 9 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ പോവരുത് ശബരിമലയ്ക്ക് എന്ന് വെച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നിയമം, ഒരു സർക്കാരിൻ്റെ ഒരു നിയമം, ഒരു കാറാണെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾ ആയിട്ടുള്ള അതിൻ്റെ ചക്രങ്ങളിലാണ് യഥാർത്ഥത്തിൽ തുള വീണിട്ടുള്ളതും അത് പഞ്ചറായിട്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ഈ നിയമത്തെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റാണ്ട് കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആ നിയമം ഭേദഗതി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഫൈറ്റ് സുപ്രീം കോർട്ടിൽ എത്താനുണ്ടാവുക കാരണം. 300 മേലെ പേജുകളുള്ള ഈ ജഡ്ജ്മെൻറ്റ് എഴുതിയത് സ്ത്രീകൾക്ക് പ്രവേശിക്കാം, ജെൻഡർ റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നെയാണ്. വിശ്വാസിയായ ആളാണോ അല്ലയോ എന്ന ചോദ്യത്തിനപ്പുറത്ത് ഹിന്ദു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെദർ എ ഹിന്ദു, വിശ്വാസി അല്ലാത്തവരും ഹിന്ദുവാണ്. കാരണം ചരകനെയും മറ്റ് ആളുകളെയും ഒക്കെ ഹിന്ദുവിൽ തന്നെ 4, 5, 6 ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 തരം മനുഷ്യരുണ്ട്. അപ്പോൾ 6 തരം വിശ്വാസങ്ങളിൽ ഈ ചരകൻ കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസപ്രകാരവും അതുപോലെ ചാർവാകൻ കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസപ്രകാരവും അങ്ങനെ പല ആൾക്കാരും വിശ്വാസം. അപ്പോൾ ചാർവാകൻ എന്ന സന്യാസി പറഞ്ഞിട്ടുള്ള മതം ഹിന്ദു മതമാണ്. അതിൽ ഈശ്വര നിഷേധികളുണ്ട്, അവരും ഹിന്ദുവാണ്. സോ ഹിന്ദു ഈസ് എ വേ ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ വിശ്വാസി ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഹിന്ദുവിന് അവിശ്വാസിയുമാകാം. അതാണ് ചാർവാകൻ, ചരകനല്ല ചാർവാകൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു ആയിട്ടുള്ളൊരു മനുഷ്യന് ഒരു ആരാധനാലയത്തിലേക്ക് അവിടെ പോവാം എന്ന് തന്നെയാണ്. ഇനി വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് ഇനിയും സുപ്രീം കോടതി വേണമെങ്കിൽ തീരുമാനമെടുത്ത് വിധി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ബിന്ദു അമ്മണി തൊട്ട് ആർക്ക് വേണമെങ്കിലും ഞാൻ ഹിന്ദു ആണ് ഒരു ഡിക്ലറേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസിയാണോ എന്ന് പിന്നെ ചോദിക്കില്ല. നിങ്ങൾ ഹിന്ദു ആണോ, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇപ്പോൾ നിലവിൽ വനിതാ പ്രവേശം എന്ന വിധി പ്രാബല്യത്തിലില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഫ്രീസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നിലവിൽ ആരും കയറുന്നില്ലല്ലോ, ആരെയും കയറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. കയറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്.
കയറാൻ പറ്റുമോ എന്നുള്ള മറ്റൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ എന്താണ് കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്? നിലവിലെ അവസ്ഥ എന്താണ്? ആക്ച്വലി അത് ഫ്രീസ് ചെയ്തിട്ടില്ല. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒരിക്കലും ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഭരണഘടനാ ബെഞ്ച് നിലവിലുള്ള ഭരണഘടനയെ നിർവചിക്കുകയും ആ നിർവചിക്കുമ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ അരുത്, അൺടച്ചബിലിറ്റി അരുത്, ആർട്ടിക്കിൾ 25 എക്സസൈസിങ് ഓഫ് നിങ്ങളുടെ റൈറ്റ്, അതായത് റിലീജിയസ് ഫ്രീഡത്തിലേക്കും ഫ്രീഡം ഓഫ് കോൺസെൻസും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിമിനേഷൻ അരുത്. കാരണം റൈറ്റ് ടു ഈക്വാളിറ്റി എന്നുള്ളത് സാക്രോസാങ്ക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അടർത്തി മാറ്റി കളയാൻ പറ്റാത്തൊരു സംഗതിയാണ്. എന്നാൽ റൈറ്റ് ടു റിലീജിയന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റേത് റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് ലിമിറ്റേഷനേ ഇല്ല. റൈറ്റ് ടു റിലീജിയന് പബ്ലിക് മൊറാലിറ്റി, അതുപോലെ തന്നെ മറ്റ് പബ്ലിക് ഓർഡർ, പിന്നെ എന്താ പറയുക, പബ്ലിക് ഹെൽത്ത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും മറ്റ് നിയമങ്ങളും ഒക്കെ ബാധകമായിട്ട് റിലീജിയൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഗരുഡ തൂക്കം ചെയ്യണം, നിങ്ങൾ ബലി ചെയ്യണം, നിങ്ങൾക്ക് മനുഷ്യബലി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല നിങ്ങളുടെ റൈറ്റ് ടു റിലീജിയൻ ആണെങ്കിൽ. പക്ഷേ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി അപ്ലൈ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25, 26, 27, 28 ഉള്ളത്. അപ്പോൾ അതിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം ഉണ്ട് എന്ന് എഴുതിയിട്ട് ന്യൂനപക്ഷ അവകാശങ്ങളുടെയും അതുപോലെ തന്നെ റിലീജിയസ് അവകാശങ്ങളുടെയും മത അവകാശങ്ങളുടെയും മുകളിലേക്ക് റൈറ്റ് ടു ഈക്വാലിറ്റി കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല, നിങ്ങൾക്ക് ഈക്വാലിറ്റിക്ക് അവകാശമില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങളില്ല എന്ന് എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ സാക്രോസാങ്ക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് കറക്റ്റ് വായിച്ച് നമ്മളെല്ലാവരെയും പഠിപ്പിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എടുത്ത് വായിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയാമ്പിൾ എടുത്ത് ജനങ്ങളെ മുഴുവനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സർക്കാരൊക്കെ പ്രിയാമ്പിൾ വായിക്കാൻ തുറക്കുന്നു സർക്കാർ ഓഫീസുകളിൽ. അപ്പോൾ സ്ത്രീകൾക്ക് ഭരണഘടനാ അവകാശ പ്രകാരമായി ഭരണഘടന ഇന്ത്യയിൽ നിലവിലുണ്ട്. അത് ഇന്റർപ്രറ്റ് ചെയ്തപ്പോഴും സുപ്രീം കോടതി പറയുന്നത് ഇതിനകത്ത് ഈ റൈറ്റ് ടു ഈക്വാലിറ്റി ഉയർന്നു നിൽക്കും. അപ്പോൾ നമുക്ക് പ്രായഭേദമന്യേ ശബരിമലയിൽ പക്ഷേ എം വി ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമല യുവതി പ്രവേശം കഴിഞ്ഞ അധ്യായമാണ്, CPM വിശ്വാസികൾക്കൊപ്പമാണ്, അന്നുണ്ടായതിനെ പറ്റി പറയാനേ ഇല്ല എന്നാണ്. അതായത് ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല, അതിലേക്ക് നിങ്ങളും പോകേണ്ട, ആ ചോദ്യങ്ങൾ വേണ്ട എന്നാണ് അഡ്വക്കേറ്റ് ആശ. നിങ്ങളെ സംബന്ധിച്ച് നിരാശാജനകമായിരിക്കാം, പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതും പ്രധാനമാണല്ലോ. ഞാൻ ശ്രീകുമാറിലേക്കും വരാം, അതോടൊപ്പം RV ബാബുവിലേക്കും വരാം. ഇടവേളയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ, വേഗം ഒരു വരി. ഇത് അതായത് അത് പാർട്ടിയുടെ നിലപാടാണ്. പാർട്ടിയുടെ നിലപാട്, പാർട്ടിക്ക് അങ്ങനെ തീരുമാനം എടുക്കാം. ഒരു സംഘർഷം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.